നമസ്കാരം. UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യ ആഗ്രഹിക്കുന്നത് പണം മാത്രമല്ല. മാസാമാസം നിങ്ങൾ അയക്കുന്ന ചെക്ക് കൊണ്ട് മാത്രം ഒരു ഭാര്യയും സംതൃപ്തിയായി ജീവിക്കുകയുമില്ല. ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾ നൽകേണ്ട സാമീപ്യവും സംരക്ഷണവും ഭാര്യയ്ക്ക് നൽകാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് കുടുംബമെന്ന നിങ്ങളുടെ മാത്രം സ്വകാര്യ സമ്പാദ്യമായിരിക്കും. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഇന്നത്തെ പ്രവാസ ലോകം ഞങ്ങൾ ആരംഭിക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പ്രവാസ ലോകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിർത്തി നഗരമായ സംതയിൽ കഴിഞ്ഞ മാസമുണ്ടായ ഹൂത്തി ഷെല്ലാക്രമണങ്ങളിൽ മരണമടഞ്ഞ എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി KT ഫറൂഖിന്റെയും കൊല്ലം കൊട്ടിയം സ്വദേശി വിഷ്ണു വിജയന്റെയും നിർധന കുടുംബങ്ങളെ സഹായിക്കാൻ ജിസാനിലെ വിവിധ പ്രവാസി മലയാളി സംഘടനകളും സാമൂഹിക പ്രവർത്തകരും ചേർന്ന് കൂട്ടായ്മ രൂപീകരിച്ചു. 2010 കുവൈത്തിലേക്ക് പോയ തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി ബബിതയെക്കുറിച്ചുള്ള പ്രവാസ ലോകത്തിന്റെ അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. ബബിത തിരികെ എത്തിയിരിക്കുന്നു. സ്പോൺസർ നൽകിയ കേസ് കാരണം നാട്ടിലേക്ക് തിരികെ എത്താനാകാതെ കുവൈത്തിൽ കുടുങ്ങിക്കിടന്ന ബബിതയ്ക്ക് മോചനമായി. തിരിച്ചുവരവിന്റെ സന്തോഷം പകരുന്ന ഈ കഥ പങ്കുവയ്ക്കാൻ ബബിത ഇന്ന് കൈരളി സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് ബബിതയോട് തന്നെ സംസാരിക്കാം. എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നത്? കുറെ വെടിയിരുന്നിട്ട് കുറെ വർത്താനമൊക്കെ പറഞ്ഞ് ബബിതയ്ക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ വന്നത് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ സഹിച്ചെന്ന് പറയാൻ അറിഞ്ഞും അറിയാതെ ആരും കുവൈറ്റ് വീട്ടു വേലയ്ക്ക് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ആദ്യത്തത് അതായത് ഒരു സ്പോൺസറെ കീഴിൽ നമ്മൾ ജോലി ചെയ്യാൻ അവർ ഗദ്ദാമയാണെന്നുള്ള ഇതല്ലാതെ നല്ല മനഃശാസിയോടെ അവർ പെരുമാറത്തില്ല. കുവൈറ്റികൾ, പ്രത്യേകിച്ച് കുവൈറ്റികൾ നാട്ടിൽ വിടത്തില്ല. പിന്നെ ഒരു കാലത്തിൽ നാട്ടിൽ വിടാൻ പോണില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം വളരെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ കുവൈറ്റ് എംബസി പോയി. കുവൈറ്റ് എംബസി പോകാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ പോകരുത്, വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് കുവൈറ്റ് അസോസിയേഷനിൽ പോയി. അവിടെ 3 തവണ പോയപ്പം അവർ പറഞ്ഞ് ഇത് നിയമം വഴി കൊടുത്തിരിക്കണമെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരിട്ട് ഇന്ത്യൻ എംബസി പോയി. അവിടെ ചെന്ന് 3-4 തത്തിക്ക് ഇങ്ങനെ പോയപ്പോഴും അവർ പറഞ്ഞ് അവിടെ കൊടുത്തിരിക്കുന്ന കേസാണ്, അത് ഗവൺമെൻറ് അറിയാതെ നിങ്ങൾക്ക് നാട്ടിൽ പോകാൻ സാധിക്കത്തില്ല എന്ന്. അപ്പം അന്നേരം നിങ്ങൾ സഹായിക്കില്ലേ എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ ഞങ്ങളെ സഹായിക്കില്ലേ എന്ന് ചോദിച്ചില്ല. ഇല്ല. പിന്നെ ബബിത ചോദിച്ചില്ല. ഇല്ല. എന്നിട്ട് അവർ തീരെ സുഖമില്ലാതെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അഭിനയിച്ചെന്നും കൂടെ പറയാം. ഞാൻ ആ ഒരു അവസ്ഥയിലൊക്കെ ചെന്ന് നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല. ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പാസ്പോർട്ടും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. വീണ്ടും ഇത് തന്നെ പറഞ്ഞു പുറത്തിറങ്ങാൻ പറഞ്ഞു. പുറത്തിറങ്ങി ആ വെയിൽ മൊത്തം ഞാൻ അവിടെ കൊണ്ടുപോയില്ല. അവിടെ അങ്ങ് ഇരുന്നു. ആ റോഡിൻ്റെ പടിക്കെട്ടിൻ്റെ അവിടെ അങ്ങ് ഇരുന്നപ്പം അവിടുത്തെ സൂപ്പറുണ്ട് മുതിർ വന്നിട്ട് പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാബ എനിക്ക് ഇങ്ങനെയാണ് കാര്യം, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ ഇവിടെ വന്നിട്ട് 4-5 കൊല്ലമായിരിക്കുകയാണ്, എനിക്കിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്ത് ചാടിയതാണ്, അല്ല മനഃപൂർവ്വം അല്ല, എൻ്റെ മാമായും ബാബായും ഒക്കെ നല്ല മനുഷ്യരാണ്, അവരെ ഓടി എനിക്ക് ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പുറത്ത് ചാടിയത്. ശരി, അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് ആ വണ്ടി തന്നെ ഇരുത്തി നേരെ ജയിലിൽ കൊണ്ടുപോയി. നേരെ സഫർ ജയിലിൽ കൊണ്ടുപോയി അവിടെ ചെല്ലുമ്പോൾ ഒരു രംഗം അത് പറയാൻ പറ്റത്തില്ല. അത്ര ഒരു അവസ്ഥയിലാണ്. ആ ലത എന്ന പേരുള്ള ഒരു സ്ത്രീയാണ്. അവർ വിതുരക്കാരിയാണ്. അവരവസ്ഥ ഭയങ്കര ഒരവസ്ഥയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. BP-യും ഷുഗറും ശ്വാസം മുട്ടും ഒക്കെ ആയിട്ട് കിടന്ന് അവർക്ക് ഗുളികയും കൊടുക്കുന്നുണ്ടെന്നല്ലാതെ അവർക്ക് ബോധമുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരവസ്ഥയിൽ. 2015 ജൂലൈയിൽ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ കോട്ടയം സ്വദേശി മേരി വർഗീസ് സ്പോൺസറുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് ഭക്ഷണം നൽകാനോ പറഞ്ഞ ശമ്പളം നൽകാനോ നാട്ടിലേക്ക് തിരികെ അയക്കാനോ സ്പോൺസർ കൂട്ടാക്കുന്നില്ല. മേരിയുടെ മോചനം ആഗ്രഹിച്ചാണ് ഭർത്താവ് വർഗീസും മകളും മരുമകനും പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. മേരിയെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. മേരി എത്ര വർഷമായി പോയിട്ട്? 3.5 മാസമായിട്ട്. ഇതിനു മുമ്പ് പോയിട്ടില്ലേ? ആദ്യം പോവാ. അത് ശരി. എന്താണ് ഇപ്പൊ അതിന്റെ ഒരു അവിടെ വീട്ടുജോലിക്ക് പോയത്? വീട്ടുജോലിക്ക് ഇവിടെ എന്തായിരുന്നു ജോലി? ഇവിടെ കൂലിപ്പണി തന്നെയാ, കോൺക്രീറ്റ് പണിക്ക്. ആരാ കൊണ്ടുപോയത്? ഇവിടെ ഈ കാട്ടാക്കടയിലാണ്, കാട്ടാക്കടയുള്ളതാണ് ഈ ഏജന്റ് മധു എന്ന് പറയും, മധു എന്ന് അറിയപ്പെടുന്നത്. അപ്പം പുള്ളി തൃശ്ശൂർകാരനാണ്.
വൈഫിൻ്റെ വീടാണ്, പുള്ളിയുടെ വൈഫിൻ്റെ വീടാണ് ഇവിടെ കാട്ടാക്കട. അപ്പം അങ്ങനെയാണ് ഞങ്ങളെ പാർത്തോട്ടിലെ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഈ പുള്ളിയുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അവരിപ്പം താൽക്കാലികം അവിടെ നിന്ന് കുറച്ച് പെണ്ണുങ്ങളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഷീന എന്ന് പറയും അവർ. ഷീന അവരാണ് ഈ മധുവിന്റെ ഏജന്റ്. മധുവിന്റെ ഏജന്റ്. മധുവിനെ ഞങ്ങളെ കൊണ്ട് പരിചയപ്പെടുത്തി തരുന്നത് ഷീനയാണ്. എത്ര രൂപ വാങ്ങിച്ചു? പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. പൈസ നമ്മളോട് വാങ്ങിച്ചിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ ശമ്പളം കൊടുക്കുന്നില്ല. ഈ സ്പോൺസറുടെ വൈഫ് വന്നിട്ട് അമ്മയ്ക്കിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് സംശയം. ഇവർക്ക് അവിടെ താമസിക്കാൻ ആഗ്രഹമില്ലേ? താമസിക്കാൻ ആഗ്രഹമില്ല. അതാണ് ഇപ്പോഴത്തെ. അവർക്ക് അവിടെ ബുദ്ധിമുട്ടുകൾ. പിന്നെ അവർക്ക് അവരെ വേണമെന്നുണ്ടെങ്കിൽ ദേഹോദ്രവം ഏൽപ്പിക്കുന്നുണ്ട്. ദേഹോദ്രവം, പിന്നെ ഭക്ഷണവും സമയത്തിന് കൊടുക്കുന്നില്ല.